വർഷങ്ങളോളമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പക്ഷേ സംസാരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഡൗട്ട്. ആൾക്കാർ എന്ത് വിചാരിക്കും? ഈ സംസാരിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ അറപ്പൊന്നുകൊണ്ടിരിക്കുക. മോസ്റ്റ് പീപ്പിൾ ഹാവ് ദിസ് ഡൗട്ട്. ദേ നെർവസ് വെൻ ദേ ടോക്ക്. എന്തുകൊണ്ടാണ് ഇത് കുറേ ആൾക്കാരിൽ സംഭവിക്കുന്നത്? അതിന് ഒരേ ആൻസറേ ഉള്ളൂ, ഒരേ ഒരു ആൻസർ. അതിൻ്റെ കാരണം ഇതാണ്: ലാക്ക് ഓഫ് സ്പീക്കിംഗ് പ്രാക്ടീസ്. അല്ലാതെ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നല്ല കഴിവുണ്ട്, നല്ലതുപോലെയുള്ള കഴിവുണ്ട്. കാരണം ഒരുപാട് പേര് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഇനി ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പോലും കഴിവുണ്ട്. കാരണം ചാനലുകൾ കണ്ടു അവർ എഴുതിയെടുത്ത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വർഷങ്ങളോളം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ അറിയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആ കാര്യത്തിൽ മാസ്റ്റർ ആയിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ പ്രസന്റൻസിനെ കുറിച്ച് പറയുന്നു. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. കുറേ നാളായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ്, ഐ ആം വാക്കിംഗ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഐ ആം സിറ്റിംഗ്, ഞാൻ ഇരിക്കുന്നു. ഐ ആം റണ്ണിങ്, ഞാൻ ഓടുന്നു. ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് ആക്ഷനാണ്. അതായത് ഇതിൻ്റെ വേർബിലോട്ട്, ഇതിൻ്റെ ഗ്രാമറിലോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു വല്ലാത്തൊരു ഡൗട്ട് വരുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മൾ ബ്രോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും അത് സംസാരിക്കാനുള്ള കഴിവ് കാണിക്കണം. നമ്മൾ നമ്മെ വിശ്വസിക്കണം. അതാണ് ഇംഗ്ലീഷ് സൈക്കോളജിയുടെ ഒരു മെത്തേഡ്. അതാണ്. അതായത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഭാവിയിൽ അതായിട്ട് മാറും. എങ്ങനെ ആവും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അത് സിഗ്നലായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ ഫീഡ് ചെയ്യും. അതിനെ ഫീഡ് ചെയ്ത് വെച്ചിട്ട് ആ കാര്യമാണ് നമ്മളിലൂടെ തിരിച്ചു തരുന്നത്. അല്ലാത്ത ഒരു കാര്യവും അതിന് തിരിച്ചു തരാൻ കഴിയില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സൈക്കോളജിയിൽ പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയുന്ന കാര്യത്തെ എല്ലാം വിശ്വസിക്കും. അതൊരു പാവപ്പെട്ട സുഹൃത്താണ് നമ്മൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഐ ആം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവില്ല. ഈവൻ ദോ ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഫോർ ലോങ് ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങളോളം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ സംഭവിക്കുന്നത്, നിങ്ങൾ അവിടെ ഒരു നെഗറ്റീവ് സിഗ്നൽ കൊടുക്കുകയാണ്. വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും കൊടുക്കല്. മൈ ഫ്രണ്ട്സ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു നോട്ട് ഗീവ് ദിസ് കൈൻഡ് ഓഫ് സിഗ്നൽ. യു മസ്റ്റ് ഗീവ്. നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം ഒരൊറ്റ സിഗ്നൽ. ഐ എം ഏബിൾ ടു സ്പീക്ക്. ഞാൻ സംസാരിക്കാൻ കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട്. ഐ ഹാവ് എബിലിറ്റീസ്, എനിക്ക് കഴിവുകളുണ്ട്. ടു ഡെലിവർ ദിസ് ലാംഗ്വേജ്, ഈ ലാംഗ്വേജിനെ ഡെലിവർ ചെയ്യാൻ, അതായത് എൻ്റെ വായിൽ നിന്നും എൻ്റെ മൈൻഡിൽ നിന്നും വെളിയിലോട്ടാക്കാൻ എനിക്കതിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. ഐ ബിലീവ് ഇൻ മൈ സെൽഫ്, ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് സിഗ്നൽസുകൾ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ഏകദേശം 56 ഹോർമോൺസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ഹോർമോൺസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് സ്ട്രെസ്സുമാക്കും, അത് സാഡാക്കും, അത് ആവശ്യമില്ലാത്ത തോട്ടുകളിലോട്ട് കൊണ്ടുപോകും. അതേസമയം 4 ഹോർമോൺസുകൾ അറിയപ്പെടുന്നത് ഹാപ്പിനെസ് ഹോർമോൺസ് എന്നാണ്. എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഈ 4 ഹോർമോൺസ് അറിയുന്നത് ഹാപ്പിനെസ് ഹോർമോൺസ് എന്നാണ്. നമ്മൾ എപ്പോഴെല്ലാം ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കുന്നു, നമ്മൾ സ്വയം പറയുന്നു, നമ്മൾ നല്ല ആക്ഷനുകൾ എടുക്കുന്നു, നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവും, ഈ ഹോർമോൺസുകൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു തുടങ്ങും. അത് എക്സസൈസ് ചെയ്യുന്നതാകാം, ചിലപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്താകാം, കൂട്ടുകാരുമായിട്ട് നല്ലതുപോലെ സംസാരിക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ നമ്മുടെ ചില ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടി നമ്മൾ പറയുന്നത് ഈ ഹോർമോൺസുകൾ വർക്കാവുന്ന സമയത്താണ്. അതേ ഒരു മെത്തേഡ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ആ ഒരു രീതികൾ, ആ ഒരു സെന്റൻസുകൾ, ആ ഡയലോഗുകൾ ആവർത്തിക്കുക. ദിവസവും നമ്മൾ ആവർത്തിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ ഇതേപോലുള്ള സിഗ്നലുകൾ മനസ്സിന് കൊടുക്കുക. മനസ്സെന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുക. 98% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. 2% മാത്രമേ കോൺഷ്യസ് മൈൻഡിന് ഇവിടെ റോളുള്ളൂ. അപ്പോൾ ആരാണ് യഥാർത്ഥ വലിയ റോൾ കാണിക്കുന്ന ആൾ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സാണ് ഇവിടെ റോൾ എടുക്കുന്ന ആൾ. ഏറ്റവും കൂടുതൽ പണി ചെയ്യുന്ന വ്യക്തി ഇയാളാണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് തോട്ട്സുകൾ, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കൊടുക്കുന്ന കുറേ പോസിറ്റീവ് തോട്ട്സുകളുണ്ട്. ടുമോറോ ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, നാളെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ടുമോറോ ഐ വിൽ പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഞാൻ നാളെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യും. ടുമോറോ ഐ വിൽ ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ്, ഞാൻ നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഐ ആം പവർഫുൾ, ഞാൻ പവർഫുൾ ആണ്. ഐ ആം
സെൽഫ് സഫിഷ്യൻറ്റ്, ഞാൻ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഐ ആം എ ഗുഡ് പേഴ്സൺ, ഞാൻ നല്ലൊരു വ്യക്തിയാണ്. ഐ ആം എൻ ഓപ്റ്റിമിസ്റ്റിക്, ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ്, എന്നിട്ട് ഒരു നിർബന്ധം കൊടുക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്. നേരത്തെ പറഞ്ഞത് ഐ വിൽ ഗെറ്റ് അപ്പ് എന്നാണ്, അതായത് നേരത്തെ എഴുന്നേൽക്കും. ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു കട്ടിയായിട്ടുള്ള ഒരു സിഗ്നൽ നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. എനിക്ക് നാളെ എഴുന്നേൽക്കണം, എഴുന്നേറ്റേ പറ്റുള്ളൂ. ആരോടാണ് പറയുന്നത്? നമ്മൾ പറയുന്നത് നമ്മളോട് തന്നെ, ആ നമ്മുടെ ഉള്ളിലുള്ള സോളിനോടാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ആക്ഷൻ എടുത്തുകൊണ്ട് പറയണം. നമ്മുടെ ഹാൻഡ്സിനെ ഫോൾഡ് ചെയ്ത് വെക്കരുത്, കാലുകൾ ക്രോസ് ചെയ്ത് വെക്കരുത്. നമ്മൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ പറയണം. അത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പറയണം. നിങ്ങൾ ഇതുപോലുള്ള ഒരു ഡയലോഗ്, നിങ്ങൾ ഇതുപോലുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്ന ആദ്യമായിട്ടാണെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ചില പ്രയാസങ്ങളുണ്ടാവും. ബട്ട് യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾ അതിനെക്കുറിച്ച് വഴി ചെയ്യരുത്. കാരണം നിങ്ങൾക്കൊരു ഡ്രീമുണ്ട്, നിങ്ങൾക്കൊരു ഗോളുണ്ട്. ആ ഗോളിനെ കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ്, എന്തൊക്കെ സംഭവിച്ചാലും ആ ഗോളിനെ നിങ്ങൾ മറക്കരുത്. ആ ഗോളിനെ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ചീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാതാവുന്നു. നിങ്ങൾ നിങ്ങളെ ചതിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളു പറയുന്നു. അപ്പോൾ രാത്രി കൊടുക്കുന്ന സിഗ്നലാണ് രാവിലെ വേറൊരു വ്യക്തിയായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നത്. അലാം വെച്ചാൽ പോലും അതിനു മുന്നേ നിങ്ങൾക്ക് എഴുന്നേൽക്കാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവുന്നു. കാരണം നിങ്ങളൊരു ടെൻഡൻസി അവിടെ കൊടുക്കുകയാണ്, ഒരു പ്രവണത. ഈ പ്രവണത എന്തായിട്ട് മാറുന്നു? നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങളുടെ പ്രവണതയാകുന്നു. അത് നിങ്ങളുടെ റുട്ടീനായിട്ട് മാറുന്നു. കുറഞ്ഞത് 22 ദിവസമെങ്കിലും വേണം ഒരു റുട്ടീനിലോട്ട് എത്താൻ വേണ്ടി. ആദ്യത്തെ ദിവസങ്ങളെല്ലാം എളുപ്പമായിരിക്കും, ആദ്യത്തെ ഒരു 4-5 ദിവസം. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു കടുപ്പത്തിലോട്ട് വരും. അതാണ് ഒരു സൈക്കോളജിയുടെ ഒരു മെത്തേഡ്. ഈ കടുപ്പം പിടിച്ച ദിവസം നമ്മൾ അതിനെ എത്രത്തോളം കീപ്പ് ചെയ്യുന്നുവോ, എത്രത്തോളം കൺസിസ്റ്റൻസി കൊടുക്കുന്നു, ഒരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സ് കൊടുക്കുന്നു, അവിടെയാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത്. എന്ത് നമുക്ക് ചെയ്യാം, ഏത് കാര്യം നമുക്ക് ചെയ്യാം. ഒന്നും ഇമ്പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി റെഡി ആവണം, നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. നമുക്കൊരു ബേണിങ് ഡിസയർ ഉണ്ടാവണം, കത്തിജ്വലിക്കുന്ന ഒരു ആഗ്രഹം നമ്മളെ കൂടെ നമ്മൾ നിലനിർത്തണം. അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാവാം, അതൊരു ബിസിനസ് ചെയ്യുന്നതാകാം, നമ്മുടെ പരീക്ഷകളാവാം, പലതരത്തിലുള്ള പരീക്ഷകളാവാം, സ്കൂളിലാകാം, കോളേജിലാകാം, PSC എക്സാം ആകാം, UPSC എക്സാം ആകാം, PS, IAS, ഏത് തരത്തിലുള്ള സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഏത് തരത്തിലുള്ള ജോലിയാകാം. നമ്മളിലുള്ള ബേണിംഗ് ഡിസയറാണ് നാം ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടല്ലേ. അതിനുശേഷം നമ്മൾ വേറെ ജീവിതത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അനുസരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാവുമെന്നും വരത്തില്ല. കാരണം മലയാളം മാത്രം സംസാരിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ വേറൊരു നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഹിന്ദി ആയിരിക്കാം, ഇന്ത്യയുടെ വെളിയിലാണെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കത്തില്ല. വെസ്റ്റേൺ കൺട്രിയിലാണെങ്കിൽ മാത്രമേ ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. നമുക്കൊരു 50-50 ഇവിടെ എടുക്കാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു പാർട്ട്ണർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് സ്വയം എങ്ങനെ നമ്മളെ വളർത്തിയെടുക്കാം, അത് നമ്മുടെ ഒരു ചിന്തയാണ്, നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത്. നമ്മൾ രാത്രി സബ് കോൺഷ്യസ് മൈൻഡിന് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും രാവിലെ ഉണ്ടാകുന്നത്. നിങ്ങൾ രാത്രി ഒരു സിനിമ കണ്ടിട്ട് കിടക്കുന്നു, മമ്മൂക്കാൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ട് കിടക്കുന്നു, നിങ്ങൾ പൂർണ്ണമായിട്ട് സിനിമ മനസ്സിലാക്കി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങളെന്ന മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ ആദ്യം എത്തുന്ന കാര്യം മമ്മൂക്കയോ ലാലേട്ടനോ അതിനകത്തുള്ള കഥാപാത്രങ്ങളായിരിക്കും. കാരണം എന്താ? നിങ്ങൾ ആ സിനിമ കണ്ടു, ആസ്വദിച്ചു, എല്ലാം വിഷ്വൽ കൃത്യമായിരുന്നു, ആ സിനിമ ആസ്വദിക്കുകയോ ആസ്വദിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ കണ്ട കാര്യമാണ് രാവിലെ നിങ്ങൾ കാണുന്നത്. ഇത് തന്നെയാണ്. അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു, നല്ല കാര്യമോ ചീത്തയായോ കാര്യമോ പറയേണ്ടി വന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. വീട്ടുകാരുമായിട്ട് വഴക്കായി, രാത്രി പോയി കിടന്നുറങ്ങി, രാവിലെ എന്ത് സംഭവിച്ചു? രാവിലെ വരുന്നത് അതായിരിക്കും. നമ്മൾ പഠിപ്പിച്ചു വയ്ക്കുന്ന കാര്യമല്ലാതെ സബ് കോൺഷ്യസ് മൈൻഡ് രാവിലെ നമുക്ക് തരത്തില്ല. രാത്രി കൊടുക്കുന്നതാണ് രാവിലെ വരുന്നത്. ഇത് തന്നെയാണ് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സൽ ട്രൂത്താണ്. ആ ട്രൂത്തിനെ മനസ്സിലാക്കി നമ്മൾ ഒരല്പം ഈ കോഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട ഇംഗ്ലീഷ് സംസാരിക്കാൻ. കാരണം ഇംഗ്ലീഷ് പെർഫെക്റ്റായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷുകാരല്ല. ആദ്യം അത് മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം ലാംഗ്വേജായ മലയാളം വരെ നമുക്ക് പെർഫെക്റ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം മലയാളം ഇത്തിരി കട്ടിയുള്ള ലാംഗ്വേജാണ്. എനിക്ക് തോന്നുന്നു ചൈനീസ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജ് ആയിട്ടാണ് പലരും അതിനെ കണക്കാക്കുന്നത്. വളരെ മഹത്വമുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ തന്നെ ഉണ്ട്.
നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മൈൻഡ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്, നമ്മുടെ ലാംഗ്വേജ് അല്ലാത്ത ഇംഗ്ലീഷ്. അപ്പോൾ അതിനൊരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കാണുക. എന്നിട്ട് നമ്മൾ നോക്കുവാനുള്ളത്, നമ്മൾ അതിലോട്ട് ശ്രദ്ധ കൊടുക്കാനുള്ളത് ഒരു ടൂളായിട്ട് കാണുക. ഇംഗ്ലീഷിന് ഒരു ടൂളായിട്ട് മാത്രം കാണുക. നിങ്ങൾക്ക് ബ്രോക്കൺ ആയിട്ട് സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം, നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ആൻസർ കിട്ടണം, അങ്ങനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ കൊടുക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക മറ്റുള്ള ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ. ഉദാഹരണത്തിന് അയാൾ ചോദിക്കുകയാണ്, കുഡ് യു ടെൽ മീ വേർ ദ വാഷ്റൂം ഈസ്? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വാഷ്റൂം എവിടെയാണെന്ന്? നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, കുഡ് യു ടെൽ മീ വേർ ദ വാഷ്റൂം ഈസ്? അപ്പോൾ ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പറയാം. ഒറ്റ രീതിയിലോട്ട് പോകുന്നതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. നമുക്ക് പറ്റുന്ന രീതിയിൽ പറയുക. അത് ഷോർട്ട് ഇംഗ്ലീഷ് ആകാം, അത് ഗ്രാമാറ്റിക്കൽ ഇംഗ്ലീഷ് ആകാം, കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതാകാം. നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക. വേറൊരാളുടെ ഇഷ്ടത്തിന് നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആൻസർ നോക്കാം. ദ വാഷ്റൂം ഈസ് ബിഹൈൻഡ് ദ പാർക്കിംഗ് ഏരിയ. വാഷ്റൂം പാർക്കിംഗ് ഏരിയയുടെ പുറകിലാണ്. ദ വാഷ്റൂം ഈസ് ബിഹൈൻഡ് ദ പാർക്കിംഗ് ഏരിയ. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ദ വാഷ്റൂം എന്ന് പറയണ്ട, അയാൾ വാഷ്റൂം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതിനെ ഇറ്റ് ആക്കാം. ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ പാർക്കിംഗ് ഏരിയ. അത് പാർക്കിംഗ് ഏരിയയുടെ പുറകിലാണ്. ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ പാർക്കിംഗ് ഏരിയ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് ആക്കാം. ഇറ്റ് ഈസ് ദേർ. അയാൾക്കറിയാം, നമ്മൾ അത് വിരൽ ചൂണ്ടപ്പോൾ അയാൾക്കത് കാണാൻ കഴിയും. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും അത് നമ്മുടെ കൈ ചൂണ്ടുന്ന പോയിന്റിലാണ്. അപ്പോൾ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ദേർ. ഇറ്റ് ഈസ് ദേർ. അല്ലെങ്കിൽ പുറകിലോട്ടാണെങ്കിൽ ഇറ്റ് ഈസ് ദേർ. കണ്ടല്ലോ, ജസ്റ്റേഴ്സിന്റെ പ്രത്യേകത കണ്ടോ? നമ്മുടെ ആക്ഷനുകളുടെ പ്രത്യേകത കണ്ടോ? നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും ആക്ഷൻ ഒരുപാട് ഇംഗ്ലീഷിലുണ്ട്. ആക്ഷൻ എടുക്കുക. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴി മാറ്റി പറയണം. ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേക്ക് ലെഫ്റ്റ്. നേരെ പോകുക, എന്നിട്ട് ലെഫ്റ്റ് എടുക്കുക. ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേക്ക് ലെഫ്റ്റ്. വേറൊരു മെത്തേഡായല്ലോ. എന്നെ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് നമ്മൾ ചെയ്യുകയാണ്. എനിക്ക് അയാളെ സഹായിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറയുകയാണ്, പ്ലീസ് കം വിത്ത് മീ, ഐ വിൽ ഷോ യു. പ്ലീസ് കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ, ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. എന്താണ്? വാഷ്റൂം കാണിച്ചു തരാം. എത്രയോ രീതികളുണ്ട്. നമ്മൾ എല്ലാ സംഭവത്തിനെയും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചെറിയൊരു കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളെ പോലെയാണ്. നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാം ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത് പോലെ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റുള്ള ഒരു വ്യക്തി, ഒരു നടനാകാം, ഒരു സെലിബ്രിറ്റി വേറെ ഒരാളാകാം, നല്ലൊരു പ്രാസംഗികനാകാം, നിങ്ങളുടെ ടീച്ചേഴ്സ് ആകാം. അതുപോലെയൊക്കെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും, നമ്മൾ എത്ര ട്രൈ ചെയ്താലും, നമ്മൾ യുണീക്കാണ്. നമുക്ക് നമ്മുടേതായ പർപ്പസ് ഉണ്ട് ഈ ഭൂമിയിൽ. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ കഴിവുകളുണ്ട്. അതിലൂടെ സംസാരിക്കുക, അതിലൂടെ എക്സ്പ്രസ് ചെയ്യുക, അതിലൂടെ എക്സ്പോസ് ചെയ്യുക. അപ്പോഴാണ് നമ്മളിൽ നിന്നും യഥാർത്ഥ പച്ചയായ വാക്കുകൾ വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും വാക്കുകൾ വരുന്നത്. നമ്മുടെ മനസ്സ് സൂക്ഷിക്കുന്നത് മറക്കാതെ വരും. അഥവാ മറന്നുപോയാലും നമ്മൾ അവിടെ റിപ്ലേസ് ചെയ്യും. അതിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് ഒന്നിന് പകരം ഒന്ന് എടുത്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അത് ബ്രോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് ബ്രോക്കൺ ഇംഗ്ലീഷ്? മുറിഞ്ഞു പോകുന്ന ഇംഗ്ലീഷ് അല്ലേ? ഗ്രാമറുകൾ കറക്റ്റായി വരാതെയുള്ള ഇംഗ്ലീഷ്. ഒരു കുഴപ്പമില്ല. ആദ്യം ആ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഭാവിയിൽ സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ. മുറിഞ്ഞാണ് നമ്മുടെ വാക്കുകൾ മുറിഞ്ഞാണ് നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ സംസാരിച്ച് അതിനെ സോർട്ട് ചെയ്തെടുത്തത്. സ്കൂളിൽ പോയതിനു ശേഷം ടീച്ചേഴ്സ് അതിനെ ഒരു ആൽഫബറ്റിക് ഓർഡർ പോലെ ആക്കി തന്നു. അവരിൽ നിന്ന് നമ്മൾ പയ്യെ മെല്ലെ എഴുതിയെടുത്തു അതിനെ പ്രാക്ടീസ് ചെയ്തു. ഈ എഴുതുന്ന ഇംഗ്ലീഷ് ഒന്ന് വേറെയാണ്. റീഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് അല്ല നമ്മൾ സംസാരിക്കുന്നത്. ലിസൺ ചെയ്യുന്ന ഇംഗ്ലീഷാണ് നമ്മൾ അധിക സമയം സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നത്. കാരണം നമ്മൾ ലിസൺ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് വരുന്നത്. നമ്മൾ നല്ല ലിസണറായി കഴിഞ്ഞാൽ നല്ലൊരു സ്പീക്കറാകാൻ പറ്റും. അതായത് നല്ലതുപോലെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധിക സമയം വേണ്ട സംസാരിച്ചു വരാൻ. കാരണം നല്ല ലിസണറാവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ലാംഗ്വേജായ മലയാളം പഠിച്ചത്. ആ സമയത്ത് നമുക്ക് എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. 4 വയസ്സിന് മുന്നേയും 5 വയസ്സിന് മുന്നേയും നമ്മൾ സംസാരിച്ചു പഠിച്ചു. നമ്മൾ എഴുതിയോ? ഇല്ല. നമ്മൾ വായിച്ചോ? ഇല്ല. ഇതൊന്നും ചെയ്തില്ല. മാതാപിതാക്കളിൽ നിന്നും, നമ്മുടെ മൂത്ത സഹോദരങ്ങളിൽ നിന്നും, നമ്മുടെ നെയ്ബേഴ്സിൽ നിന്നും, നമ്മുടെ നാട്ടുകാരിൽ നിന്നും, നമ്മുടെ കൾച്ചറിൽ നിന്നും നമ്മുടെ ആ ഭാഷയെ നമ്മൾ ആഗിരണം ചെയ്തെടുത്തു. ആ സമയത്ത് സ്പോഞ്ചിൽ വെള്ളം വെച്ച് സ്പോഞ്ച് വെള്ളത്തിലിട്ട് എടുക്കുന്നത് പോലെയാണ് അതിലൊന്ന് പതിഞ്ഞ് കയറിക്കൊള്ളും, അതിൽ അബ്സോർബ് ആയിക്കോളും. അങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജിനെ പഠിച്ചത്. ഒരു പ്രായം കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും. ചില വെയിനുകൾ ഒന്ന് ലോസായി തുടങ്ങും. ലോസാവെന്ന് വെച്ചാൽ നശിച്ചു പോകുന്നല്ല, അതിൻ്റെ ആ ഒരു എബിലിറ്റി കുറയും. കാരണം അത് സത്യമാണല്ലോ, പ്രായമാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യം ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാത്രി കാലങ്ങളിൽ എല്ലാ രാത്രിയും നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുക. ഉറങ്ങാതിരിക്കാനല്ല പറയുന്നത്. ഇതുപോലുള്ള മെഡിസിനുകൾ കൊടുക്കുക. ഇതാണ് നമുക്കുള്ള മെഡിസിൻ. ഐ ബിലീവ് ഇൻ മൈസെൽഫ്, ഐ എം പവർഫുൾ,
I will talk. I am able to speak. I can speak English. I will speak. It is not a big deal for me. അതൊരു ബിഗ് ഡീൽ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ രീതിയിലുള്ള ടെൻഡൻസികൾ, ഈ രീതിയിലുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മെ മനസ്സിലാക്കിക്കൊണ്ട് ആ ലാംഗ്വേജിൻ്റെ കൂടെ നമ്മൾ സംസാരിക്കുകയും അത് നമുക്ക് സംസാരിക്കാൻ കഴിയുകയും ചെയ്യും. സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ കൂടുതൽ മനസ്സിലാക്കുകയും നമ്മൾ അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്യുകയും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയും പിന്നെ നമ്മൾ അതിനെ എഴുതിയെടുത്ത് കറക്റ്റ് ചെയ്യുകയും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മെത്തേഡുകൾ നമ്മൾ കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നല്ലൊരു ഗ്രാമാറ്റിക്കൽ ഇംഗ്ലീഷ് വേയിലോട്ട് നമുക്ക് വരാൻ കഴിയുകയും ചെയ്യും. ഒരിക്കലും ആക്ഷൻ ഇല്ലാതെ ഒരാൾക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതായത് തെറ്റുകൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. അതിനുള്ളൊരു മനസ്സാണ് വളർത്തിയെടുക്കേണ്ടത്. അവർ എന്ത് വിചാരിക്കും, ഇവർ എന്ത് വിചാരിക്കും, അദ്ദേഹം എന്ത് വിചാരിക്കും, അവൾ എന്ത് വിചാരിക്കും, ഈ ചുറ്റുമുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഈ തോട്ട് നമ്മിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കയർ വെച്ച് നമ്മൾ നമ്മെ തന്നെ കെട്ടി ഒരു സ്ഥലത്തിട്ടതുപോലെ ഇരിക്കും. ഏതുപോലെ എന്ന് വെച്ചാൽ ആനയെ ചങ്ങലക്കിട്ട് നിർത്തുമ്പോൾ ആനയുടെ വിശ്വാസം അതിനെ അത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ലെന്നാണ്. അത് ആനയുടെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലോട്ട് അത് വന്നതുപോലെയാണ് പല വ്യക്തികളിലും ആ വിശ്വാസമുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ കയറി വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത പോസിറ്റീവ് വേർഡ്സുകളുണ്ട് കുറേ. അതിലെ കുറച്ച് സെൻറ്റൻസുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തതാണ്. അതുപോലെ നെഗറ്റീവ് തോട്ടുകൾ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് എപ്പോഴെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡയലോഗ്സുകൾ കൊണ്ട് അതിനെ നമുക്ക് ഇല്ലാതാക്കാം. ഇതാണ് ആ വാക്കുകൾ. ഐ എം പവർഫുൾ, ഐ എം സ്ട്രോങ്, ഐ എം സെൽഫ് സഫിഷ്യൻറ്റ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വരുന്ന സെൻറ്റൻസുകൾ ഇതിൻ്റെ കൂടെ പറയുക. എപ്പോഴൊക്കെയാണ്? രാത്രി ഉറങ്ങുന്നതിന് മുന്നേ, രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ. ഐ എം കറേജസ്, ഐ എം ആൻ ഒബീഡിയൻറ്റ്, ഐ എം ഗ്രേറ്റ്ഫുൾ, ഐ ആം ഗ്രേറ്റ്ഫുൾ. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ചാലഞ്ചസ്. ഞാൻ ചാലഞ്ചുകളെ ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ചാലഞ്ചുകൾ ഏറ്റെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഏത് തരത്തിലുള്ള ടാസ്കുകളാണെങ്കിലും ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നു മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു നൈസ് പീപ്പിൾ. നല്ല ആൾക്കാരോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ നോളജ് കൂടുതൽ വളരുകയും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. ഐ എം ഏബിൾ ടു ലിസൺ പേഷ്യൻ്റ്ലി. വളരെ സമാധാനത്തോടു കൂടി കേൾക്കുവാൻ ഞാൻ ഏബിളാണ്, ഞാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നുള്ള അർത്ഥം. ഐ ക്യാൻ ഡു മെനി തിങ്സ്, ഐ എം വർക്കിംഗ് ഫോർ ദാറ്റ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ടു ഫോക്കസ് ഓൺ മൈ ഗോൾ. ഇവിടെ ഞാൻ നിർബന്ധമായിട്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ ഗോൾ ഫോക്കസ് ചെയ്യണം, ചെയ്തേ പറ്റൂ എന്നുള്ള മീനിങ്. അല്ലെങ്കിൽ ഐ മസ്റ്റ് ഫോക്കസ് ഓൺ മൈ ഗോൾ. എന്ത് വന്നാലും ഗോൾ ഫോക്കസ് ചെയ്യും എന്നുള്ള മീനിങ് കൊടുക്കുകയാണ് ഇവിടെ. പറയുന്ന നമ്മളോടാണെങ്കിലും നമ്മൾ കൊടുക്കുന്നവിടെയാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. എന്നിട്ട് പറയുകയാണ്, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്. ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള സെൻറ്റൻസുകളെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അതിനെ കറക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഒരു സൈക്കിൾ മെത്തേഡ് ഉണ്ടല്ലോ, കറങ്ങുന്ന മെത്തേഡ്. അത് പറഞ്ഞു തീർന്നതിന് ശേഷം വീണ്ടും പറയുക. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി, ഈ ഒരു ഹാബിറ്റ് നമ്മളിലോട്ട് വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത്, അതിനെ തുടർന്ന് നമ്മൾ പിന്നെ എന്ത് കിട്ടിയാലും നമുക്കതിനെ ചെയ്യാനുള്ള, പഠിക്കുവാനുള്ള ആ പ്രവണത, ആ ഒരു ഹാബിറ്റ് നമ്മളിലോട്ട് വരും. ആ പ്രവണതയിലൂടെ ആ ഹാബിറ്റിലോട്ട് നമ്മൾ വരികയും നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. See you in the next video. Thank you so much for watching my video.